കോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ ഡ്രോണിനെ വെടിവെച്ചിട്ട് ഇറാൻ. അതും ഒരു പുരാതന പേരിൽ അറിയപ്പെടുന്ന അവരുടെ പുതിയ വജ്രായുധം ഉപയോഗിച്ച്. അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തിരിച്ചടിയാണ് ഈ സംഭവം. ഹോർമൂസ് കടലിടുക്കിന് സമീപം കെഷം ദ്വീപിനടുത്ത് വെച്ചാണ് അമേരിക്കയുടെ അത്യാധുനിക MQ-9 റിപ്പർ ഡ്രോൺ ഇറാൻ തകർത്തത്. ഏകദേശം 130 മുതൽ 250 കോടി രൂപ വരെ വിലമതിക്കുന്നതാണ് ഈ ഡ്രോൺ. അരഷ് കമാൻഡ് ഗിയർ എന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ രഹസ്യശേഷിയുടെ വ്യക്തവും നിർണായകവുമായിട്ടുള്ള സന്ദേശമാണ് ഈ ഓപ്പറേഷൻ എന്ന ഇറാനിയൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാർസ് റിപ്പോർട്ട് ചെയ്തു. ഈ പുതിയ ആയുധം യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നതിന്റെ ആദ്യ റിപ്പോർട്ടാണിത്. ആരാണ് ഈ അരഷ് കമാൻഡ് ഗിയർ? പേർഷ്യൻ ഇതിഹാസങ്ങളിലെ ഒരു വീരനായകനാണ് അരഷ് ദി ആർച്ചർ. പുരാണങ്ങൾ പ്രകാരം ഇറാനും മധ്യേഷ്യയ്ക്കും ഇടയിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ഒരു മലമുകളിൽ നിന്ന് അദ്ദേഹം തൊടുത്തുവിട്ട ഐതിഹാസികമായ അമ്പാണ് അരഷ് കമാൻഡ് ഗിയർ. അവിശ്വസനീയമായിട്ടുള്ള ദൂരം സഞ്ചരിച്ചാണ് ആ അമ്പ് അതിർത്തി രേഖപ്പെടുത്തിയത്. ഇന്നും പേർഷ്യൻ സംസ്കാരത്തിൽ ത്യാഗത്തിന്റെയും ദേശീയതയുടെയും പ്രതീകമാണ് ഈ പേര്. എന്നാൽ ഇതൊരു പുതിയ മാന്ത്രിക ആയുധമൊന്നുമല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അമേരിക്കയെ നേരിടാൻ ഇറാന്റെ പുതിയ തന്ത്രമാണിത്. അതായത് ചെലവ് കുറഞ്ഞതും എന്നാൽ എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്നതുമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ശത്രുവിന്റെ ഡ്രോണുകളോ വിമാനങ്ങളോ വരുന്നതുവരെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് കാത്തു നിൽക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇതിലുണ്ടെന്നാണ് സൂചന. വലിയ മിസൈൽ ബാറ്ററികളെക്കാൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ് ഇത്തരം ആയുധങ്ങൾക്ക്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെ കണ്ടെത്താൻ തങ്ങളുടെ ഈ സിസ്റ്റത്തിന് കഴിയുമെന്നാണ് ഇറാന്റെ അവകാശവാദം. സാങ്കേതിക വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്: കോടികൾ മുടക്കി അമേരിക്ക കൊണ്ടുവരുന്ന വമ്പൻ ആയുധങ്ങളെ തങ്ങളുടെ ചെലവ് കുറഞ്ഞ ബുദ്ധിപരമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തടയാനാകുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. യാതൊരു വെല്ലുവിളികളും ഇല്ലാതെ ഇറാന്റെ ആകാശത്തിൽ കൂടെ സ്വതന്ത്രമായി പറന്നിറക്കാമെന്ന് അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇനി വ്യാമോഹിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്.